എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. നമുക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് ഇപ്പോഴത്തെ വെള്ളിയാഴ്ചകൾ. കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എന്താണെങ്കിലും വെള്ളിയാഴ്ച നമ്മൾ എഴുന്നേൽക്കാറുള്ളൂ. വെള്ളി ശനി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് പാങ്സാന്തായ് ഹോട്ടലിൽ വെച്ചിട്ട് മെയ്ദിൻ ആഘോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും സുരേഷനും മാത്രമേ പോയുള്ളൂ. ആമി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ 9 മണിയായപ്പോൾ സന്തോഷേട്ടനൊക്കെ ഇതിലേ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു ഉപ്പുമാവായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അവൾ പിന്നെ വേറെ എന്തോ ആണ് കഴിച്ചത്, ബ്രെഡ് എന്തോ ആണ് കഴിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് പപ്പടം ഉണ്ടാക്കി, പെട്ടെന്ന് തന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ കുറച്ച് സേമിയ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വെള്ളം ഒഴിക്കത്തില്ലേ, അപ്പോൾ ആദ്യം സേമിയ ചേർത്ത് അതൊന്ന് വെന്തതിന് ശേഷമാണ് റവ കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉപ്പുമാവ് കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല കേട്ടോ ഇതിനകത്ത് സേമിയ ഉണ്ടെന്നൊന്നും. ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോൾ സുരേഷിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നേ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പിന്നെ തലേദിവസത്തെ കുറച്ച് ഗോപി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കാപ്പുകൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ പാങ്സാന്തായ് ഹോട്ടലിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കോന്നി MLA അഡ്വക്കേറ്റ് ജിനീഷ് കുമാർ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞ് 12:30 കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു പോരുന്നത്. പിന്നെ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കണം. നമ്മൾ അടുക്കള ഹാൻഡിൽ ചെയ്യുന്നവരുടെ കയ്യിലല്ലേ കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യണം, എന്നാൽ ഒരു വെറൈറ്റി ആവുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഞാനൊരു യെല്ലോ റൈസും ഫിഷ് ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. കൂട്ടത്തിലൊരു ദാൽ കറിയും കൂടിയുണ്ട്. അപ്പോൾ ആദ്യം നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് കഴുകി ഊറ്റി വെച്ച്, ഞാൻ പോകാൻ നേരത്ത് അരി വെള്ളത്തിൽ കഴുകിയിട്ടിട്ടാണ് പോയത്. ഊറ്റി വെച്ച് അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ യെല്ലോ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറിയാണ്. പരിപ്പ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊത്ത് കറിവേപ്പില ഇല്ല, അതിന് പകരമായിട്ട് കുറച്ച് മുരിങ്ങയില ചേർത്തേക്കാം. ഒരു വെറൈറ്റിയും കൂടി ആവുമല്ലോ. ഓടിച്ചെന്ന് 2 തണ്ട് മുരിങ്ങയില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി അടർത്തി എടുത്തിട്ട് കടുക് തളിക്കുമ്പം നമ്മൾ കടുകും വറ്റൽമുളകും ഒക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് ഈ ഒരു മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെന്തിരിക്കുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത്, പരിപ്പ് വേവിക്കാൻ നേരത്ത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പരിപ്പ് കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ശകലം നെയ്യ് ചേർത്ത് കൊടുത്താൽ പരിപ്പ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് മീൻ എടുത്തിരിക്കുന്നത് സാഫിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ കുറേ സാഫി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മീനാണ്, നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിക് മസാല ചേർത്താലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറച്ച് അറബിക് മസാല വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ സുരേഷിനാണ് ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയും പരിപ്പ് കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അച്ചാറും ഒരു സലാഡും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് അടിപൊളിയാണ്. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ രാവിലത്തെ ഉപ്പുമാവിൻ്റെ കുറച്ച് പപ്പടവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്ന് ഈ ചോറും കറി, പിന്നെ വേറൊരു കാര്യമുണ്ട്, ചോറ് കറി വെക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാ ലഞ്ചാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ കറികളൊക്കെ ഉണ്ടാക്കണ്ടേ. ഇപ്പം അത്രയൊന്നുമില്ല, ഒരു ഫിഷ് ഫ്രൈയും പരിപ്പ് കറിയും മാത്രമേ ഉള്ളൂ. പിന്നെ സലാഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് നമ്മൾ പ്രതിഭയിലേക്ക് പോയി. അതിനു മുമ്പ് ഞാൻ ആദ്യം സമാജത്തിലേക്കായിരുന്നു പോയത്. ആമിക്ക് ഇന്ന് അവരുടെ ഡാൻസിന് ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് അവർ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പൂൾ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ അവിടെ കൊണ്ടാക്കണമായിരുന്നു. അങ്ങനെ ഞാൻ സമാജത്തിൽ അവളെ വിട്ടിട്ട് അവിടെ നിന്ന് ഇന്ന് ആശാശരത്തിൻ്റെയും ഉത്തര മോളുടെയും കൂടെ ഉള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ അത് കാണാമെന്ന് പറഞ്ഞാൽ പോയത്. സന്തോഷ് ചേട്ടനും സ്മിതയും കൂടെ അവിടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിന്ന് സുരേഷ് ചേട്ടനെയും വിളിച്ചിട്ട് നമ്മൾ നേരെ പ്രതിഭയിലേക്കാണ് പോയത്. പ്രതിഭയിൽ ഇന്ന് കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് തിരുവാതിര മത്സരമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത്. അപ്പോൾ തിരക്ക് പിടിച്ചൊരു വെള്ളിയാഴ്ചയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.